നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട സിനിമകളുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ഒന്ന് കൂലി, അതുപോലെ തന്നെ വാർ 2. രണ്ടും ഏകദേശം ഒരേ സമയത്ത് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്ന ചിത്രങ്ങളാണ്. ഇതിൽ നമുക്ക് ആദ്യം പരിശോധിക്കാൻ പോകുന്ന കൂലി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഈ രണ്ട് ചിത്രങ്ങളുടെയും പ്രീ ബുക്കിങ്ങിനെ കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ പറയുന്നത് എന്നുള്ളൊരു കാര്യം ആദ്യമേ പറയട്ടെ. കൂലി എന്ന് പറയുന്ന സിനിമ ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രജനീകാന്തിൻ്റെ ലോകേഷ് കനകരാജുമായിട്ടുള്ള ആദ്യത്തെ ഒരു സംരംഭമാണ്. മലയാളികൾക്ക് പ്രിയപ്പെട്ടതെന്ന് തന്നെ പറയാവുന്ന സൗബിൻ ആ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ നാഗാർജുന, ഉപേന്ദ്ര പോലുള്ള വലിയ വലിയ താരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൂലി എന്ന് പറയുന്ന സിനിമ വരാൻ പോകുന്നത്. ഈ സിനിമയുടെ പ്രീ ബുക്കിങ്ങിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ US നിന്ന് $2 മില്യൺ ഇതിനോടകം തന്നെ നേടിയെടുത്ത ഈ സിനിമ ടോട്ടൽ വിദേശ മാർക്കറ്റിൽ നിന്ന് മാത്രമായിട്ട് $4 മില്യൺ നേടിയെടുക്കുകയുണ്ടായി. അതായത് തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ ഒരു തമിഴ് സിനിമയുടെ ഓൾ ടൈം ഹൈ പ്രീ ബുക്കിംഗ് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇതുവരെ കളക്ഷൻ നേടിയിരിക്കുന്നത് പ്രീ ബുക്കിങ്ങിലൂടെ കളക്ഷൻ നേടിയിരിക്കുന്നത് ലിയോയാണ്. 8 കോടി രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം 66 കോടി രൂപയോളമാണ് ചിത്രത്തിന് ലിയോ എന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രീ ബുക്കിങ്ങിലൂടെ വിദേശത്ത് നിന്ന് മാത്രമായിട്ട് നേടിയെടുക്കാൻ സാധിച്ചത്. ഏകദേശം ആ ഒരു ചിത്രത്തിൻ്റെ റെക്കോർഡ് 8 മില്യൺ എന്ന് പറയുന്ന റെക്കോർഡ് കൂലി തൻ്റെ പേരിലേക്ക് ആക്കി മാറ്റുമെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം വിദേശ മാർക്കറ്റുകളിൽ നിന്നുൾപ്പെടെ ഗംഭീരമായിട്ടുള്ള പ്രീ ബുക്കിംഗ് ആണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്നത്. രജനീകാന്ത് അങ്ങനെ നമ്മുടെ വിജയുടെ പേരിലുള്ള ഒരു റെക്കോർഡ് മാറ്റി എഴുതാൻ പോകുന്നു എന്ന് തന്നെ വേണം വിലയിരുത്താനായിട്ട്. ഇത് ചിത്രത്തിൻ്റെ ഇന്ത്യയിലെ പ്രീ ബുക്കിങ്ങിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിദേശ മാർക്കറ്റുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്നാൽ നേരെ മറിച്ച് നമ്മൾ വാർ 2 വരുമ്പോൾ, വാർ എന്ന് പറയുന്ന സിനിമ വലിയ ഒരു ഹിറ്റായിരുന്നു. ഋതിക് റോഷൻ്റെ സ്റ്റൈലും അതുപോലെ തന്നെ മാസും ആക്ഷനും ഡാൻസും എല്ലാം കൂടി ചേർന്ന ഒരു പക്ക ഋതിക് റോഷൻ മൂവി തന്നെയായിരുന്നു വാർ എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ അതിൻ്റെ 2ാം ഭാഗമാണ് വരാൻ പോകുന്നത്. ഇത്തവണ വില്ലനായിട്ട് വരുന്നത് ജൂനിയർ NTR ആണ്. ഇത് സിനിമയ്ക്ക് സൗത്ത് ഇന്ത്യയിൽ വലിയ മാർക്കറ്റ് നേടിക്കൊടുക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് തെലുങ്കിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഈ സിനിമയ്ക്ക്, കേരളത്തിലും ചലനം സൃഷ്ടിക്കാൻ ഈ ജൂനിയർ NTR എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ സാന്നിധ്യത്തോടു കൂടി തന്നെ സാധിക്കും. ഇത്ര വലിയ താരമായിരുന്നിട്ട് പോലും സൗത്ത് ഇന്ത്യയിൽ ഒരു ചലനവും പോലും ഋതിക് റോഷൻ ഇതുവരെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരു ചീത്തപ്പേര് ഒരു പക്ഷേ ഈ ഒരു വാർ 2 എന്ന് പറയുന്ന സിനിമയിലൂടെ ജൂനിയർ NTRൻ്റെ സാന്നിധ്യത്തിലൂടെ നേടിയെടുക്കാൻ സാധിച്ചേക്കാം. എന്നിരുന്നാൽ പോലും ചിത്രത്തിൻ്റെ പ്രീ ബുക്കിംഗ് അത്ര വലിയ ഗുണകരമായിട്ടുള്ള രീതിയിലല്ല. പ്രത്യേകിച്ച് കൂലിയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ US നിന്ന് ചിത്രത്തിന് $5 ലക്ഷം ഇതുവരെ പ്രീ ബുക്കിങ്ങിലൂടെ നേടിയെടുക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ വേൾഡ് വൈഡായിട്ട് ഇതുവരെ $2 മില്യൺ മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. വേൾഡ് വൈഡ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ഇന്ത്യയിലൂടെ മാത്രം. നിലവിൽ ഈ ഒരു ഫൈറ്റിൽ കൂലിയാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് തന്നെ പറയാം. പുറത്തു നിന്ന് $4 മില്യൺ നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. നന്ദി, നമസ്കാരം.